വനിതാ നേതാക്കൾക്കെതിരെ വീണ്ടും SFI നേതാക്കളുടെ സ്ത്രീവിരുദ്ധ പരാമർശം, അതുപോലെ തന്നെ ആക്രമണ പരാമർശമൊക്കെ വന്നിട്ടുണ്ട്. ആലപ്പുഴയിലാണ് സംഭവം. പരാതിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു നേതാവ്, ഒരു പ്രാദേശിക നേതാവ്, അതായത് SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നേതാവാണ് പെൺകുട്ടികളുടെ മുഖം പിടിച്ച് ഭിത്തിയിൽ ഉറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മൾ വസിൽ കേട്ടാൽ വളരെ അത്ഭുതപ്പെടുന്നതാണ്. കാരണം ആ പറയുന്ന ജില്ലാ നേതാവിൻ്റെ പദപ്രയോഗം, അയാൾ മുഖം എടുത്ത് ഈ പെൺകുട്ടിയുടെ മുഖം എടുത്തിട്ട് ചുമരിലിട്ട് ഉരയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്തം നികൃഷ്ടമായിട്ടുള്ള പദപ്രയോഗമാണത്. ഒരു ഷേളി ചെയ്യാൻ മടിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെയൊക്കെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു പുതിയ സംഭവമല്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ കോട്ടയം ജില്ലയിലെ ഒരു SFIയുടെ നേതാവ്, അയാൾ അർഷോ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അർഷോ തന്നെയാണ് പറഞ്ഞത് ആ പെൺകുട്ടിയെ പിടിച്ച് അവളെ ഗർഭിണിയാക്കെന്ന് പറഞ്ഞാൽ. ഇത്തരം നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ SFIയുടെ നേതാക്കന്മാർക്ക് യാതൊരു മടിയില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അവരെ മുതിർന്ന നേതാക്കന്മാരായിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഈ പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് സ്ഥാനമില്ല. അത് സ്ത്രീകളില്ലാത്ത പ്രസ്ഥാനമാണ്. അത് ഇവർ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ലെനിൻ ഉണ്ട്, സ്റ്റാലിൻ ഉണ്ട്, ഹോച്ചിമിൻ ഉണ്ട്, അങ്ങനെ നിരവധി ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനകത്ത് ലെനിൻ പറഞ്ഞിരിക്കുന്നത് വനിതകളുടെ സംഘടനകളുമായിട്ട് നമുക്ക് ബന്ധം വേണമെന്നാണ്. എന്ന് വെച്ചാൽ വനിതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ള വസ്തുത ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് റഷ്യയുടെ വിപ്ലവ നായകനായിരിക്കുന്ന ലെനിനാണ് അംഗീകരിക്കുന്നത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകളില്ല. ഇപ്പം നമ്മളൊന്ന് കേരളത്തിലെ സംഭവം എടുത്ത് നോക്കിയേ. കേരളത്തിൽ വന്നിരിക്കുന്ന വനിതാ നേതാക്കന്മാരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടക്കാലത്ത് കെട്ടി എഴുന്നള്ളിച്ച ചില ആളുകളുണ്ട്. ഒന്ന് വലിയൊരു എക്സാമ്പിളാണ് KR ഗൗരിയമ്മ. ആ ഗൗരിയമ്മയെക്കുറിച്ച് ഒരു മുദ്രാവാക്യം വിളിച്ചത് കേരന്തെങ്കും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലും കേരളത്തിലെമ്പാടും തിരഞ്ഞെടുപ്പ് നടന്നു. ആ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്, വിജയിച്ച സമയത്ത് KR ഗൗരിയമ്മ ഒരു ചുമ്മാ കക്കൽ വിടാണ്ട് ഒരു വലിച്ചെറിഞ്ഞുളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇന്ന് മാത്രമല്ല, KR ഗൗരിയമ്മയെ നിവൃത്തിയില്ലാതെ കണ്ട് VS അച്യുതാനന്ദനും EMS കൂടി ചേർന്നുകൊണ്ട് ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കുന്നതിന് കാരണമുണ്ട്. KR ഗൗരിയമ്മ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് EMSനെ കുറിച്ച്. EMSന് തനതായ വ്യക്തിപരമായിട്ട് താല്പര്യം കൂടുതൽ അദ്ദേഹത്തിന് EMS വിളിക്കുന്നതല്ല, അദ്ദേഹത്തിന് തിരുമേനി എന്ന് വിളിക്കണം. ഈ തിരുമേനി എന്ന് വിളിക്കാത്തതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമത്തെക്കുറിച്ച് KR ഗൗരിയമ്മ വ്യക്തിപരമായിട്ട് ഞാൻ അവരെ കാണാൻ പോയ സമയത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. 2007 എൻ്റെ ഓർമ്മ. അത്തരം ഗൗരിയമ്മയെ കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഗൗരിയമ്മയെ സംബന്ധിച്ച് അവർ അനുഭവിച്ച പീഡനങ്ങൾ നിരവധിയാണ്. അവർ വീണ്ടും അരൂരിൽ നിന്ന് ജയിച്ചു. പാർട്ടി നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടുകൾക്കാണ് അവർ ജയിക്കുന്നത്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്, ഇവരൊരു പാർട്ടി ഓഫീസ് തുറന്നിരുന്നു. അരൂര് ഹൈവേയുടെ തീരത്താണ്. ആ ഹൈവേ വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KR ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള അതേ സമയത്ത് തന്നെ അവരുടെ ഓഫീസ് പൊളിച്ചളഞ്ഞു. അതിനെക്കുറിച്ച് അവരുടെ ആത്മകഥയിൽ അവർ എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് 10 വർഷം കഴിഞ്ഞതിന് ശേഷം പോലും ഈ ഹൈവേ അവിടെ വീതി കൂട്ടിയിട്ടില്ല, ഒരു പണിയും നടന്നിട്ടില്ല. അവിടെ വീതി കൂട്ടുന്ന പണി ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആറൊരു പദം വരുന്ന ഇപ്പോഴാണ്. അങ്ങനെ KR ഗൗരിയമ്മയെ ദ്രോഹിച്ചത് നിരവധി കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, അവർ ഭർത്താവായിരിക്കുന്ന TV തോമസ് മരിക്കാൻ കിടക്കുന്ന സമയത്തൊന്ന് ശുശ്രൂഷിക്കണം എന്ന് KR ഗൗരിയമ്മയ്ക്ക് തോന്നി. പാർട്ടി പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പാർട്ടി TV തോമസിന്റെ അടുത്തേക്ക് പോലും സ്വന്തം ഭാര്യയായിരിക്കുന്ന KR ഗൗരിയമ്മയെ വിടാതിരുന്ന നികൃഷ്ടമായിട്ടുള്ള പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് മാത്രമല്ലോ, KR ഗൗരിയമ്മയുടെ വേറെ സംഭവമുണ്ട്. അവർ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ. K കരുണാകരന്റെ പിന്തുണയോട് കൂടിക്കൊണ്ട് അരൂരിൽ നിന്ന് ജയിച്ച് കേരളത്തിന്റെ അസംബ്ലിയിൽ എത്തിയിട്ടുള്ള ഗൗരിയമ്മയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം, അന്ന് VS അച്യുതാനന്ദൻ കൂട്ടിയെടുത്ത സമീപനം, EK നയനാർ എടുത്ത സമീപനം, ഇവരെ അസംബ്ലിയിൽ പിൻവെഞ്ചിക്കൊണ്ടിരുത്തി. എന്താ കാരണം? ഇവരുടെ പ്രസ്ഥാനത്തിന് ആളില്ല. അങ്ങനെയാണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗണേശന് പിൻബെഞ്ചിലാണ് ഇരുത്തുന്നത്. അല്ലെങ്കിൽ R ബാലകൃഷ്ണയുടെ പാർട്ടി ഗണേശ് കരെ എല്ലാവരും പുറകിലാണ് ഇരുത്തുന്നത്. അല്ലെങ്കിൽ വേറെ ഒറ്റപ്പെട്ട നിരവധി ആളുകൾക്ക് ഒറ്റയായിട്ടുള്ള ആളുകളുണ്ട്. ജനതാദൾ അടക്കം പലർക്കും ഒരു മെമ്പർമാർ മാത്രമേ ഉള്ളൂ. അവർക്ക് മുൻബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത്, ആദ്യ നിര കസേരയിൽ ഇരിക്കുന്ന സമയത്ത് KR ഗൗരിയമ്മയെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളെ ഏറ്റവും പുറകെ കൊണ്ടിരുത്തിയിട്ട് അവരെ അവമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. മൂന്നാമതൊരു വസ്തു കൂടി KR ഗൗരിയമ്മ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. എന്നോടും എൻ്റെ ഡ്രൈവറോടും കൂടിയിട്ട് ഒരു മുറി താമസിച്ചോളാൻ പറഞ്ഞു എന്നാണ്. പാർട്ടി കൊടുക്കുന്ന ശിക്ഷ കടുത്ത ശിക്ഷയാണ്. ഒരു MLA ആയിരിക്കുന്ന
ഇവർക്ക് ക്വാർട്ടേഴ്സ് അനുവദിക്കാതെ കണ്ട് ഒരു ചെറിയ മുറി അനുവദിച്ചിട്ട് ആ മുറിക്കകത്ത് ഇവരോടും ഇവരുടെ ഡ്രൈവറോടും കൂടി താമസിച്ചോളാൻ പറഞ്ഞ പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. അക്കാലത്ത് മുഖ്യമന്ത്രിയാണ് ഇ.കെ. നയനാര്. അതിന് പിന്തുണ കൊടുത്തിട്ടുള്ള ആൾ വി.എസ്. അച്യുതാനന്ദനാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആത്മകഥയിൽ കെയർ ഗൗരിയമ്മ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് മറ്റൊന്നറിയാലോ, സുശീല ഗോപാലിനോട് പറഞ്ഞു, നാടൊട്ടുക്ക് പ്രചരണം നടത്തി. സുശീല ഗോപാലിന് ഇവര് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ എടുത്തു. എന്താ കാരണം? എ.കെ. ഗോപാലിന് എൻ്റെ ഭാര്യയാണ് അവര്. എ.കെ. ഗോപാലിന് വയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സമയത്ത്, വളരെ മോശമായിട്ടുള്ള സമയത്ത് അവരെ ശുശ്രൂഷിക്കാനെന്നുള്ള പേരിൽ സുശീല ഗോപാലിനെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. ഇവിടെ കേരളത്തിലെ ചില ആളുകൾ ധരിച്ചു സുശീല ഗോപാലൻ വലിയ നേതാവായും ധരിച്ചു. അവര് സുശീല ഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിക്കുന്നു. 1996 എൻ്റെ ഓർമ്മ. ആ ഇലക്ഷനിൽ ഇ.കെ. നയനാർ മത്സരിക്കുന്നില്ല. നയനാർ വളരെ പാർട്ടി സെക്രട്ടറിയാണ്. ഒന്നുകിൽ പാർട്ടി സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ഈ രണ്ടിലൊന്ന് കുറഞ്ഞൊരു പുള്ളിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇ.കെ. നയനാര് ഇലക്ഷൻ മത്സരിക്കാതെ കണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് എത്തേണ്ട സാഹചര്യം വന്നു. ആ സമയത്ത് സുശീല ഗോപാലനാണ് മുഖ്യമന്ത്രി എന്നാണ് അന്നേ ദിവസം വരയ്ക്കും പറഞ്ഞിരുന്നെങ്കിൽ ഇ.കെ. നയനാരും വി.എസ്. അച്യുതാനന്ദനും തമ്മിൽ ഉണ്ടായിട്ടുള്ള പുതിയ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇ.കെ. നയനാർ മുഖ്യമന്ത്രിയായിട്ട് വി.എസ്. അച്യുതാനന്ദൻ നിർദ്ദേശിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് പറയുന്നു. നിയമസഭാ കക്ഷി സമ്മേളനത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം തലശ്ശേരിയിൽ നിന്ന് അന്നത്തെ CPM ഇ.കെ. നയനാർ താല്പര്യമെടുത്ത് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ട്. അതൊരിക്കലും സെൻട്രൽ കമ്മിറ്റി മെമ്പർ അല്ല. ആ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് തലസ്ഥാനത്ത് ഇ.കെ. നയനാർ മത്സരിക്കുന്നു. അദ്ദേഹം കേരളത്തെ നിയമസഭയിലെത്തുന്നു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു സമയത്തും സ്ത്രീകളെ വച്ചുപൊറിപ്പിക്കുന്ന ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ചു, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലൊഴിച്ച് നമ്മൾ പറയുന്ന പിന്നാക്കെന്ന് പറയുന്ന തമിഴ്നാടും അല്ലെങ്കിൽ ഉത്തർപ്രദേശും മധ്യപ്രദേശും മഹാരാഷ്ട്ര അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും, ബംഗാളിൻ്റെ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാം. എന്താ കേരളത്തിലാവാൻ പറ്റാത്തത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന നമുക്ക് ശൈലജ ടീച്ചറിന്റെ അവസ്ഥ അറിയാലോ. ആ ശൈലജ ടീച്ചറിനെ ഒരു അരിക്കാക്കിയതിന്റെ അവസ്ഥ നമുക്കറിയാം. എന്നിട്ട് 10 കാശിന് കൊള്ളാത്തൊരു വീണ ജോർജിനെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കിയിരിക്കുന്നത്. അതിന് ഗതിയുടെ ആരോഗ്യവകുപ്പിനുണ്ട്. അങ്ങനെ കഴിവുള്ള ആളുകളെ ഒരു ഒതുക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ നേതൃത്വത്തിലും. ഇപ്പൊ DYFI ഉണ്ടായിരുന്നു സിന്ധു ജോയി എന്ന ഒരു പേര്. ആ സിന്ധു ജോയിയുടെ എറണാകുളത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു. അവർക്കെതിരായിട്ട് വീടാന്തരം കയറിയിട്ട് നോട്ടീസ് വിതരണം ചെയ്തു. അതിനെക്കുറിച്ച് സിന്ധു ജോയി എഴുതിയിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്കിൽ ഒരു വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുന്ന എറണാകുളത്തുള്ള ആളുകൾ ഈ സിന്ധു ജോയിയെ കുറിച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ട് ലേഖ തയ്യാറാക്കിക്കൊണ്ട് വീടാന്തരം കയറിറങ്ങി കൊടുത്തു. ഫലം വെറും 10,000 വോട്ടിനാണ് സിന്ധു ജോയി തോറ്റത് KV തോമസിനോട്. ഇന്നത്തെ അവസ്ഥ KV തോമസ് അകത്താണ്, സിന്ധു ജോയി പുറത്താണ് പാർട്ടിക്കകത്ത്. അവരിന്ന് എനിക്ക് തോന്നുന്നു ഏതോ വിദേശ രാജ്യത്ത് താമസിക്കുകയാണ് അവരിന്നിപ്പോൾ. അത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് യുവതികൾക്ക്, സ്ത്രീകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്ഥാനമില്ല. ഇവിടെ മാത്രമല്ല കേട്ടോ. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ 56 രാജ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്. ഒരു രാജ്യത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ സ്ത്രീകൾ വന്നിട്ടില്ല. പാർട്ടിയുടെ സെക്രട്ടറിമാരായിട്ട് വന്നിട്ടില്ല, ഭരണാധികാരികളായിട്ട് വന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് ഒരു അന്യം നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അതിനകത്ത് ഏതെങ്കിലും വനിതാ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതേപോലുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും അവര് കഥ അറിയാതെ ആട്ടം കാണാൻ കുട്ടികൾ. അവരവർ ജീവിതം വെച്ച് ഹോമിക്കുകയാണ്. ഈ പറയുന്നവരാരും നാളെ കേരളത്തിൽ നേതൃത്വത്തിലേക്ക് വരില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരിയായിട്ടുള്ള പ്രായം കുറഞ്ഞ ആ പെൺകുട്ടിയെ ആര്യ രാജേന്ദ്രൻ അവർ മേയറാക്കുന്നു 21 വയസ്സിൽ. അവരെ വെച്ചിട്ട് ചില ആളുകൾ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന്റെ ഫലമായിട്ട് അവർ കാണിച്ച മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? ആരെയൊക്കെയാണ് നിയമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നാഗപ്പന് കത്ത് കൊടുത്തത് ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ പോകുന്ന വഴിക്ക് KSRTC ബസ്സിന് കണ്ട സമയത്ത് അവരും ഭർത്താവും കൂടിയിട്ട് വണ്ടി മുന്നിൽ കയറ്റിയിട്ടിട്ട് അതിൽ നിന്ന് ഡ്രൈവറെ താഴേക്ക് ഇറക്കിയിട്ട് ആ ഡ്രൈവറെ പണികളയാണ്. ഇത്തരം വിവരക്കേടുകൾ കാണിക്കുന്നതിന് കാരണം
ഈ തരത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്ന യുവതികൾ ധരിക്കുന്നത് ഞങ്ങളെന്തോ വലിയ സ്ഥലത്ത് എത്തിയെന്നാണ്. അതെ. അങ്ങനെ എത്താൻ സാധ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉള്ള വനിതകൾക്ക് സ്ഥാനമില്ല, അവിടെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല. അത് തന്നെയാണ് നിയാസ് ഷാനവാസ് എന്ന് പറയുന്ന SFI നേതാവ് തെളിയിച്ചത് ഇപ്പൊ ഒന്നുകൂടി. അയാൾ തെളിയിച്ചത് തന്നെയാണ്. കാരണം അയാളെ സംബന്ധിച്ച് അയാൾ മുഖത്തിട്ട് ഉരയ്ക്കുന്നൊക്കെ പറഞ്ഞു, പിടിച്ചൊരയ്ക്കും മുഖം എന്നാണ് ചുമരിൽ ഉരയ്ക്കാന്ന് മാത്രം ഉരയ്ക്കും അവര്. അതെ. കാരണം ഇത് ആലപ്പുഴ ജില്ലയാണ്. അല്ല സാർ, അതിനു മുമ്പ് പറയുന്നത് അധികം സംസാരിക്കരുത്, അധികം സംസാരിച്ചാൽ മുഖം പിടിച്ചൊരയ്ക്കുമെന്നാണ്. അതെ, അതായത് സംസാരിക്കാൻ പോലും അവകാശമില്ല. എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള പാർട്ടി തീരുമാനിക്കും. ആ പാർട്ടി തീരുമാനിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഇയാൾ സംസാരിച്ചാല് ഈ പറയുന്ന വനിതയുടെ മുഖം വികൃതമാക്കും ഇവര്. അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ട്. ഗർഭിണിയാക്കുന്നൊക്കെ പറയുന്ന ഒരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉള്ള നാടാണിത്. എന്തൊരു മ്ലേച്ഛമായിട്ടുള്ള വർത്താനമായിട്ട് പറയുക, അതും അന്യ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവിനോട്. അങ്ങനെ പറയാമോ? പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവിനോട് ഇത്തരം നികൃഷ്ടമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന് യാതൊരു പ്രശ്നമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നുള്ള മുസ്ലിം നേതാക്കന്മാരായിരിക്കുന്നവർ, പ്രത്യേകിച്ച് എനിക്ക് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയാനുണ്ട്. ആലപ്പുഴ ജില്ലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഏറെ പേർക്കും തീവ്രവാദി ബന്ധമുണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അഭിമന്യുവിനെ കൊലപ്പെടുത്തി ഇരിക്കുന്ന ആളുകൾ എവിടേക്കാണ് പോയത്? ഇവർ കണ്ടുപിടിക്കട്ടെ. അതേപോലെ തന്നെ അമ്പലപ്പുഴയിലെ സലാമാണ് MLA പേര്. ആ സലാമാണ് തൃക്കാക്കര വന്നിട്ട് PDPയുടെ നിയോജകമണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കഴിഞ്ഞ ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇത്തരം നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന നേതൃത്വത്തിലുള്ള തീവ്രവാദികളാണ്, സ്ത്രീവിരുദ്ധരാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് സ്ത്രീകൾക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അനുമാനത്തെ സംബന്ധിച്ച്.